നമ്മുടെ തലച്ചോറിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഈ ഒരു ഏരിയ നമ്മൾ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം വളർച്ച പ്രാപിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ്. ആ ഭാഗത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ലൊരു പ്ലാനിങ് നടത്തണമെങ്കിൽ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ വളർച്ച അതിൻ്റെ പരിപൂർണതയിലെത്തിയ ആൾക്കാർക്ക് ഈസി ആയിട്ട് പറ്റും. അതുപോലെ തന്നെ യുണീക്കായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അതുപോലെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ, അതുപോലെ ക്രിയേറ്റിവിറ്റി, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ സ്വഭാവത്തിൽ കാണുന്ന പല പ്രധാനപ്പെട്ട വസ്തുതകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് നമ്മുടെ മനുഷ്യരിൽ ഡെവലപ്പ് ചെയ്ത് അവസാനിക്കുമ്പോഴത്തേക്കും 10-25 വയസ്സെങ്കിലും ആവും. ആ സമയത്താണ് നമ്മൾ ധൃതി പിടിക്കുന്നത്. കുട്ടി ഭയങ്കര ദേഷ്യത്തിലാണ്. ദേഷ്യമുള്ള കുട്ടിയെ നമ്മൾ ഒരിക്കലും, നേരത്തെ ഇവർ പറഞ്ഞ പോലെ നമ്മൾ ഇരുന്ന് ഈ സേഫ് സ്പേസ് എന്ന് പറഞ്ഞല്ലോ, ഇരുന്ന് കേൾക്കുന്ന എത്ര മാതാപിതാക്കന്മാരുണ്ട്? ഞാനിവിടെ ചോദിക്കുകയാണെങ്കിൽ, നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ എത്ര പേര് ഇരുന്ന് കേൾക്കും മിണ്ടാതെ? അപ്പോഴത്തേക്ക് നമ്മൾ പറയും, ഈ ദേഷ്യമൊക്കെ നിനക്ക് അവിടെ നിൻ്റെ ഫാദറിന് ഉണ്ടായിരുന്നതാണ്, ഗ്രാൻഡ് ഫാദറിന് ഉണ്ടായതാ, ഞാൻ അതൊക്കെ കുറേ കണ്ടതാ അല്ലേ എന്നൊക്കെ പറയാനുള്ള പ്രവണതകൾ കൂടും. മിണ്ടാതിരുന്ന് കേൾക്കാൻ എത്ര പാരൻസിന് ക്ഷമയുണ്ട് അല്ലേ, അവരുടെ എക്സ്പ്രഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പേസ് ആയിട്ടുള്ളൊരു സ്പേസ് കൊടുക്കുക എന്നുള്ള സംഭവം അഡോളസെന്റ് പീരിയഡിൽ ഒരുപാട് ഈ നോർമാലിറ്റി അബ്നോർമാലിറ്റി എന്നുള്ള ഡിഫറൻഷിയേഷനെ ഒരുപാട് വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്നതാണ് എൻ്റെ ഒരു പ്രാക്ടീസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്.